ഞാൻ എന്തൊക്കെ ഉണ്ട്? നല്ല കല്യാണമൊക്കെ കഴിഞ്ഞ് മരുമോളങ്ങനെ ഉണ്ട്. എന്റെ ഒരു മരുമോള് പറയാൻ പറ്റൂലേ, ഇതുപോലെ ഒരു എണ്ണം കിട്ടത്തില്ല, ലോകത്തില്ല. അവള് പൈസ കാത്തുന്നോട്ടെ കുഴിമന്തി ബിരിയാണി തിന്നോളൂ. അതിന് പേരെങ്ങനെയാ ഇത് ഇങ്ങനെയുണ്ട്? അതെ, വലിയ വീട്ടിൽ വന്നത് ഒരു മോളല്ലേ ഉള്ളായിരുന്നു. അപ്പൊ അതിന്റെ അനുസരിച്ച് അന്തല്ലേ നീ അങ്ങനെ അതിനെ നോക്കണം. ഇത് വല്ലാത്തൊരു ഇതായി പോയി. തൂക്കൂല, കലോചിട്ട് തേക്കൂല, തുണി കഴുകൂല, ഇതെല്ലാം ഞാൻ ചെയ്തു കൊടുക്കണോ? എന്തോ ഒരു പെണ്ണായില്ല. നീ അവളടുത്ത് പറയണം. അവളടുത്ത് പറയപ്പോ അവള് അമ്മ എനിക്ക് അങ്ങനെയൊന്നും ചെയ്ത് ശീലമില്ല, ഞാൻ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എന്റെ മരുമക്ക് കുഴപ്പമൊന്നുമില്ല. എന്റെ മോളുണ്ടല്ലേ, എന്റെ മോളെ കൊണ്ടുപോയ നമുക്കറിഞ്ഞു കൊട്ടിയത്താണ് കൊണ്ടുപോയത്. കൊണ്ടുപോയി ഭയങ്കര ദുരിതമാണ് എന്റെ മോൾ. ചെറുക്കൻ കുഴപ്പമില്ല, അമ്മായിയമ്മ ഭയങ്കരമാണ്. അതങ്ങനെയാണ്, ഒരു സൈഡ് നല്ലതാണെങ്കിൽ ഒരു സൈഡ് അഴുക്കാം, അങ്ങനെയൊക്കെ ഉണ്ടാവും. അതങ്ങനെയാണ്. പക്ഷെ എനിക്ക് വന്ന ഒരു മരുമോള് ഇതുപോലെ ആട്ടക്കാരിലാണ്. ആട്ടക്കാർ നേരം എടുക്കണം, ഒരുക്കണം, തിന്നണം, കിടക്കണം. വീട്ടിൽ വേവിക്കുന്ന ഒരു സാധനം വേണ്ട. എടുത്ത് ഒരു പാത്രം എടുത്ത് അങ്ങോട്ട് കമത്തി വെക്കൂല. ആ ഉണ്ട്, അടിക്കണം, അതേ നടക്കുള്ളൂ. ഞാൻ പിന്നെ വേണ്ട വേണ്ട വേണ്ട, എന്റെ മനസ്സങ്ങനെ തോന്നിക്കുന്നില്ല. അതല്ലേ ഞാൻ അങ്ങനെ ഒരു അവളല്ല. എനിക്കങ്ങനെ എന്റെ മോളാണെങ്കിൽ അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നു. നേരെ വെളുത്ത് എണീക്കും, ജോലികളെല്ലാം ചെയ്യും എന്റെ മോള്. പക്ഷെ ഒരു കാര്യമുണ്ട്, അവൾക്ക് ഒന്നിനും ഒരു ബുദ്ധിമുട്ടുമില്ല. ഇവിടെ വന്നോക്കാം, അവന് ഞാൻ ലോൺ എടുത്തു കൊടുത്ത്, വീട് വരെ ലോണാണ്, ലോണാക്കി കൊടുത്ത്. എന്റെ മരുമോള് എന്ത് നല്ലതെന്ന് നിനക്കറിയാവോ? നല്ലതാ എന്റെ മരുമോള്, നല്ല സൂപ്പറാണ്. ഇതുപോലെ ഒരു മരുമോളെ പക്ഷെ എന്റെ മരുമോളെ കാര്യം പറഞ്ഞാൽ എനിക്കത് സങ്കടം വരും. ഞാൻ അങ്ങനെയൊന്നും ആഗ്രഹിച്ചല്ല കൊണ്ടുവന്ന. ഇതൊക്കെ വലുതുകാലം വെച്ച് കയറിയപ്പോ ഞാൻ വിചാരിച്ചു, ദൈവമേ അല്ല നല്ലോണം കല്യാണം കഴിഞ്ഞത്, ദൈവമേ നീ അവളാ വലുതുകാലം വെച്ചതുപോലെ സന്തോഷമായിരിക്കണേന്ന് ഞാൻ തൊഴുതു പോയി. പക്ഷെ നടക്കുന്നില്ല. അത് ഇനി എന്താ ചെയ്യണമെന്ന് എനിക്കറിയില്ല. എനിക്കറിയത്തില്ല. മോൻ കുഴപ്പമില്ല ഇതുവരെ, പക്ഷെ പൈസ കൊണ്ട് കൊടുക്കുന്ന അവക്കാണ്. ഒരു രൂപ എന്റെ വീട്ടിൽ തരൂല. വരുന്നതിന് മുമ്പ് അങ്ങനെയൊന്നും അല്ലായിരുന്നു, എല്ലാം എല്ലാ മാസം അവന് ശമ്പളം കിട്ടുന്ന ആ ദിവസം മേടിച്ച് എന്തെല്ലാം ഒന്ന് കാണാമെന്ന് വിളിച്ചാണ്. ഇന്നലെ 10 മണിക്ക് അടിയും കൊടുത്ത് അവളെ പറഞ്ഞു വിട്ടു. അവളെ വീട്ടിൽ പോയി. അടി ഒറ്റ അടി കൊടുത്തതേ ഉള്ളു. അവൾ അപ്പോഴേ വാരി കെട്ടി അവളെ വീട്ടിൽ പോയി. എന്ത് മരുമോളെ കാര്യമാണ് പോയി അതുകൊണ്ടല്ലേ അടി കൊടുത്ത് പറഞ്ഞു വിട്ടത്. അവൾ പോയി കൊള്ളാം. അവളെ ഇന്നലെ തന്നെ 10 മണിയായപ്പോ അവള് പാക്ക് ചെയ്തു പോയി. ചെറുതിന് കുഴപ്പമൊന്നും ചെറുക്ക അടിക്കാൻ അങ്ങോട്ട് തന്നില്ല. തരില്ല, അങ്ങനെയൊന്നുമില്ല. എന്റെ മോനെ വളർത്തുന്നത് അവളെ പറഞ്ഞു വിട്ടു. അതിവിടെ ഇരിക്കുന്നു. ശ്രീധരൻ കൊണ്ടുപോയി, അവൾക്ക് വേണ്ടാന്ന്. അത് ശരി. അടി കൊണ്ടപ്പോഴേ അവള് ഓടി. അതൊക്കെ മോശം. പ്രശ്നങ്ങളാവും. ഒരു പ്രശ്നമില്ല. അവൾക്ക് ഞാൻ അടി വന്ന് അടിയുടെ വേദന തീരുമ്പോ അവള് പിന്നെയും വരും. കുഴപ്പമില്ല. ഞാൻ കൂടെ ഇങ്ങനെ കൊടുക്കും. അവള് നല്ലവളായതുകൊണ്ടല്ലേ അടി കൊണ്ട് പോയത്. അതുകൊണ്ടാണ് ഇപ്പം പൊങ്ങച്ചാണ് മാറി. ഞാൻ പോകണം. എന്നാ ശരി. രണ്ടടിയും കൊടുത്താൽ അതേട്ടാ മര്യാദക്കാരിയായിട്ട്. പൊങ്ങച്ചെങ്ങനെ പറയരുത് ഒരിക്കലും. ഇത്രയും പൊങ്ങച്ചൻ പറഞ്ഞു വന്നപ്പോ ഞാൻ വിചാരിച്ചു തമ്പുരാട്ടിയാണെന്ന്. നിന്റെ വരുമ്പോൾ. ശരി.